എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇത്തവണത്തെ ഏഷ്യാ കപ്പ് ടൂർണമെന്റിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാകിസ്ഥാൻ ടീം മുൻ ക്യാപ്റ്റൻ ബാബർ അസം നടത്തിയ പ്രസ്താവന ഇന്ത്യൻ ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏഷ്യാ കപ്പ് ബഹിഷ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ ടീമിനെക്കുറിച്ചും ബാബർ അസം നടത്തിയ പരാമർശങ്ങൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ രക്തം തിളപ്പിക്കാൻ തക്കതായ ഒന്ന് തന്നെയാണ്. ഏഷ്യാ കപ്പ് പോലൊരു വലിയ ടൂർണമെന്റിൽ പാകിസ്ഥാൻ പോലൊരു രാജ്യവുമായി ഇന്ത്യ കളിക്കേണ്ടതുണ്ടോ എന്നതാണ് ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് അവരുടെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ അറിയാം. ഒപ്പം പാക് താരങ്ങൾ ഇന്ത്യൻ സൈന്യത്തെ പരിഹസിച്ചതും മറക്കാൻ കഴിയില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിക്ക് ശേഷം പാക് ക്രിക്കറ്റ് ടീം ഇന്ത്യക്കെതിരെ നടത്തിയ നീക്കങ്ങൾ ആരും മറന്നിട്ടുമില്ല. അന്നു മുതൽ തന്നെ പാക് താരങ്ങൾ ഇന്ത്യക്കെതിരെ വിഷം തുപ്പുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലീഗിൽ യുവരാജ് സിംഗ്, യൂസഫ് പത്താൻ, ഇർഫാൻ പത്താൻ തുടങ്ങിയ ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാനുമായി കളിക്കാൻ വിസമ്മതിച്ചിരുന്നു. അതൊരു സംഭവമായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് BCCI ഏഷ്യാ കപ്പ് നടത്തുമെന്നും പാകിസ്ഥാനുമായി മത്സരങ്ങൾ ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചത്. അന്നു മുതൽ തന്നെ നമ്മുടെ ഇന്ത്യൻ താരങ്ങൾക്ക് അതൃപ്തിയുണ്ടായിരുന്നു. ഇപ്പോഴിതാ ബാബർ അസം ഏഷ്യാ കപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുക മാത്രമല്ല, ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ബാബർ അസം പറഞ്ഞതിങ്ങനെയായിരുന്നു: ഏഷ്യാ കപ്പ് ഞങ്ങൾ ബഹിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ത്യ എന്ന രാജ്യം എല്ലായ്പ്പോഴും പാകിസ്ഥാനെതിരായിരുന്നു. അവർ അവരുടെ എല്ലാ നയങ്ങളിലൂടെയും ക്രിക്കറ്റിലും പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ തന്നെ ഇന്ത്യയുമായി ഞങ്ങൾ ഒരിക്കലും ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഞങ്ങളുടെ ബോർഡിനു വേണ്ടി ഏഷ്യാ കപ്പ് പോലുള്ള ടൂർണമെന്റുകളിൽ പങ്കെടുക്കേണ്ടി വന്നാൽ ഇന്ത്യൻ ടീമിന് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറപ്പു നൽകാം. യുദ്ധത്തിൽ ഞങ്ങളോട് ജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ക്രിക്കറ്റിലും സാധിക്കില്ല. UAEയിലെ പിച്ചിൽ വെച്ച് അബദ്ധവശാൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി ഏറ്റുമുട്ടിയാൽ പോലും ഇന്ത്യയെ ഞങ്ങൾ ഒറ്റയ്ക്ക് തോൽപ്പിക്കും. ഈ പ്രസ്താവന കേട്ടപ്പോൾ ബാബർ അസം എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വരെ തോന്നിപ്പോയി. സാമ്പത്തികമായി തകർന്ന ഒരു രാജ്യം ബംഗ്ലാദേശിനോട് പോലും ദയനീയമായി തോറ്റു തിരിച്ചെത്തിയ ടീം ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന് പറയുന്നത് എത്രത്തോളം വിഡ്ഢിത്തമാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യ പാക് മത്സരം നടക്കുമോ? നടന്നാൽ ആരായിരിക്കും ജയിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.